السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വ കൈമുതലാക്കി ജീവിക്കാൻ ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ സന്തോഷകരമായ ഈമാനികമായ ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ നിന്നും ജുമുഅ നമസ്കരിക്കുകയും ഇവിടെ വ്യത്യസ്ത കർമ്മങ്ങളിൽ നിരതരായിക്കൊണ്ട് ഈ മദീന മുനവ്വറയിൽ ഇന്നലെ മുതൽ കഴിച്ചുകൂട്ടുകയും ഇന്ന് ജുമുഅ നമസ്കാരത്തിനും മസ്ജിദ് നബവിയിൽ ഒരു അവസരം കിട്ടുകയും ചെയ്ത നമ്മൾ ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹ്. പലരും ലോകത്ത് ആഗ്രഹിക്കുന്ന, മനസ്സിൽ സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് മസ്ജിദ് നബവിയിൽ, പ്രവാചകന്റെ പള്ളിയിൽ ഒരു നേരത്തെ നമസ്കാരം. ഈ മദീന ഭൂമിയിൽ കുറച്ച് സമയം കഴിച്ചുകൂട്ടാൻ, ഈ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ അല്പനേരം ചിലവഴിക്കാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ലക്ഷോപലക്ഷം വിശ്വാസികൾ ലോകത്തുണ്ട്. അള്ളാഹു നമ്മുടെ ഈ യാത്ര സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ഖുതുബയിൽ ശ്രവിച്ച വിഷയങ്ങളുടെ ഒരു രത്ന ചുരുക്കം നാം പങ്കുവെക്കുകയാണ്. അതിന്റെ പൂർണ്ണമായ രൂപം ഇവിടെ വിവർത്തനം ചെയ്യാനുള്ള സമയം നമുക്കില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിന്റെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിൽ നിന്നും അതിന്റെ അനന്തരവന്മാരായി വരുന്ന ഉലമാക്കളുടെ ഖുതുബകൾ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈമാനും ഇൽമും ഈ മദീനയിലേക്കാണ് മടങ്ങുക എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ അറിവുകളും വളരെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണമാകുന്ന അറിവുകളായിരിക്കും. അള്ളാഹു അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. ബഹുമാനനായ അലി ഹുദൈഫി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഖുതുബയിൽ പറഞ്ഞ ഏതാനും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ ഖുതുബകളും തുടങ്ങാറുള്ളത്. അതോടൊപ്പം തഖ്വ എന്താണ്, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമ്മോട് വസിയത്ത് ചെയ്യുമ്പോൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടും വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷ നേടുക എന്നുള്ളതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അതിലൂടെ ആ തഖ്വയിലൂടെ മാത്രമേ നമുക്ക് ഇഹപര ജീവിതത്തിലെ സമാധാനപൂർണമായ വിജയം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ, സമാധാനപൂർണമായ ജീവിതവും ജീവിത മോക്ഷവും നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ തഖ്വയാണ് നമ്മുടെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്ത ഏറ്റവും വലിയ സമ്പത്ത്. അള്ളാഹു അവന്റെ മുത്തഖീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഈ ഭൂമിയിൽ നല്ല കാര്യങ്ങൾക്ക് ഒരുപാട് അസ്ബാബുകൾ വെച്ചിട്ടുണ്ട്, ചീത്ത കാര്യങ്ങൾക്കും ഒരുപാട് അസ്ബാബുകൾ വെച്ചിട്ടുണ്ട്. ഖൈറിന്റെ, നന്മയുടെ ഒരുപാട് അസ്ബാബുകളുണ്ട്, കാരണങ്ങളുണ്ട്. തിന്മയുടെ, ഷെറിന്റെ ഒരുപാട് കാരണങ്ങളുമുണ്ട്. ഖൈറിന്റെ ഏറ്റവും വലിയൊരു കാരണമാണ് അദ്ദുആഉ മഅൽ ഇഖ്ലാസ്, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഖൈർ ലഭിക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണമായി കൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ദുആനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു. ആ പ്രയോഗം
വളരെ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന പ്രയോഗമാണ്. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്റെ പ്രാർത്ഥനയെ തൊട്ട് ആരെങ്കിലും അഹങ്കരിക്കുകയാണെങ്കിൽ, അവിടെ പ്രാർത്ഥനയ്ക്ക് ഇബാദത്തി എന്നാ പറഞ്ഞിട്ടുള്ളത്, എന്നെ ആരാധിക്കുന്നതിനെ തൊട്ട് ആരെങ്കിലും അഹങ്കരിക്കുകയാണെങ്കിൽ, അഥവാ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഈ ആരാധനയെ തൊട്ട് ആരെങ്കിലും അഹങ്കരിച്ചു കളഞ്ഞാൽ അവൻ നിന്ദ്യനായ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. അതുപോലെ തന്നെ പറഞ്ഞു അദ്ദുആഉൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി മിന അദ്ദുആ, അള്ളാഹുവിന്റെ അടുക്കൽ പ്രാർത്ഥനയോളം വിലപ്പെട്ട ഒന്നുമില്ല. ഒരു അടിമയിൽ നിന്ന് ഉയരുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ പ്രാർത്ഥനയോളം സ്ഥാനമുള്ള ഒന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളിൽ ദുആ ചെയ്യാനുള്ള അവസരം, അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള അവസരങ്ങൾ നിരവധിയാണ് അല്ലെ. 5 നേരത്തെ നമസ്കാരത്തിൽ, ആ നമസ്കാരം മുഴുവൻ പ്രാർത്ഥന നിർഭരമായ ഒരു കർമ്മമാണ്. പ്രാർത്ഥനയാണ് നമസ്കാരത്തിൽ ഏറ്റവും കൂടുതലുള്ള കർമ്മം തന്നെ. അതുപോലെ തന്നെ ആ കർമ്മങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതിനെ കുറിച്ച് പറഞ്ഞു, വല്ലിംതും മാലം തഅലമു, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടു. ആ പഠിപ്പിക്കപ്പെട്ടതിൽ ഏറ്റവും വലുത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അലിഹുദൈഫ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നാനാ മേഖലകളിൽ പല കുഴപ്പങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ രംഗത്തും മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലായിക്കൊണ്ട് ദുആ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്, ദുആ കുറയ്ക്കേണ്ട സമയമല്ലത്. പലരും പ്രാർത്ഥനയെ അവഗണിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് മുസീബത്തുകളും ഫിത്നകളും വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം അള്ളാഹുവിനോട് ഇഖ്ലാസോട് കൂടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ആദിപിതാവ് ആദം അലൈഹിസ്സലാം, നമ്മുടെ ഉമ്മ ഹവ്വ, അവർക്ക് സംഭവിച്ച ഒരു തെറ്റിനെ കുറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട്, ഖാല റബ്ബനാ വലംനാ അൻഫുസനാ ഫലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചു, നീ ഞങ്ങൾക്ക് പുറത്തു നിന്നില്ല എങ്കിൽ ഞങ്ങൾ വലിയ നഷ്ടക്കാരിൽ പെട്ടുപോകും. അപ്പോ അള്ളാഹുവിന്റെ റഹ്മത്തും മഗ്ഫിറത്തും ലഭിക്കാത്തത് വലിയ നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ. അത് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു പോലെ നബിലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ദുഃഖം, ഇതുകൊണ്ടൊക്കെ അള്ളാഹു, സാമ്പത്തികമായ നഷ്ടങ്ങൾ, ഇതുകൊണ്ടൊക്കെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. ക്ഷമാലുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അവർ പറഞ്ഞുകൊണ്ടിരിക്കും, നാം അള്ളാഹുലേക്കുള്ളവരാണ്, അള്ളാഹുലേക്കാണ് നമ്മുടെ മടക്കം. അങ്ങനെ അള്ളാഹുലേക്ക് അവർ തിരിച്ചു മടങ്ങും, അള്ളാഹുവിനോട് ദുആ ചെയ്യും. യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു, വനാദാതു ബുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ഇരുളടഞ്ഞ അന്ധകാര നിബിഡമായ സ്ഥലത്ത്, അല്ലെ, രാത്രിയുടെ ഇരുട്ട്, അതുപോലെ തന്നെ കടലിന്റെ ഇരുട്ട്, അതുപോലെ തന്നെ തിമിംഗലത്തിന്റെ ആ വയറ്റിലുള്ള ആ ഇരുട്ട്, എത്രയായിരിക്കും? സലാസ്, 3 ഇരുട്ടുകൾ എന്ന് പറഞ്ഞതുപോലെ, അല്ലെ. ആ ഇരുളടഞ്ഞ സ്ഥലങ്ങളിലാണ് യൂനുസ് അലൈഹി ഇസ്ലാം പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് പറയുന്നത്, ലാ ഇലാഹ സുബ്ഹാനക വനാദാതു ബുലുമാതി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നീ അല്ലാതെ ഇലാഹില്ല, നീ പരിശുദ്ധനാണ്, ഞാൻ അതിക്രമകാരികൾ പെട്ടുപോയി എന്ന് അള്ളാഹുവിനോട് തിരിച്ചു മടങ്ങുന്നത്. ആ പ്രാർത്ഥനയെ കുറിച്ച് വിശ്വാസം പറഞ്ഞ എന്താണ്? ദഅവതു ദിന്നൂൻ ദഅവതു ദിന്നൂൻ മാ ദഅ ബിഹാ ഇംറുഉൻ മുസ്ലിമുൻ ഖദ് ഇല്ല ഇസ്തജീബ ലഹു. ദിന്നൂൻ, ആരെ പേരാണ് ദിന്നൂൻ? മത്സ്യക്കാരനായ പ്രവാചകൻ, അല്ലെ. യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു പേരാണത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഒരു മുസ്ലിം അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ മുസ്ലിമിന് ഉത്തരം ചെയ്യാതിരിക്കുകയില്ല. അത്രത്തോളം ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. നാം വർദ്ധിപ്പിക്കുക, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. ബനൂ സഖീഫ് ഗോത്രത്തിനോട് ദഅവത്ത് നടത്തിക്കൊണ്ട് തായിഫിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവര് കല്ലെറിഞ്ഞപ്പോ മനസ്സ് വിഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അശ്കൂ ഇലൈക ദഅഫ ഖുവ്വതി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ്. അള്ളാഹുവേ, എന്റെ ശക്തിക്ഷയം ഞാൻ എന്നോട് പരാതി ബോധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജനങ്ങൾ എന്നെ വിലമതിക്കാത്തതും ഞാൻ എന്നോട് പരാതി ബോധിപ്പിക്കുന്നു. ഇലാമൻ തക്കിലുനി, നീ എന്നെ ആരിലേക്കാണ് ഏൽപ്പിക്കുന്നത്? ഇലാ അദുവിൻ യതജഹമുനി, എന്നെ എതിർക്കുന്ന ഒരു ശത്രുവിലേക്കോ, ഔ ഇലാ ഖരീബിൻ മല്ലക്തഹു അംരി, അതല്ല എന്റെ അടുത്ത ബന്ധുവിലേക്കോ,
വഇൻ ലം യകുൻ ലക അലയ്യ ഗളബുൻ ഫലാ ഉബാലി. ഇനി അതൊക്കെയാണെങ്കിലും റബ്ബേ നിനക്ക് എന്നോട് ദേഷ്യമില്ല എങ്കിൽ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. വലാകിന്ന റഹ്മതക ഔസഉ ലി, എങ്കിലും നിന്റെ കാരുണ്യമാണ് എനിക്ക് വിശാലമായിരിക്കുന്നത്. അസ്അഊദു ബിനൂരി വജ്ഹിക്കല്ലദി അശ്റഖത് ലഹു ദുലുമാത്, എല്ലാ അന്ധകാരങ്ങളെയും പ്രകാശപൂരിതമാക്കുന്ന നിന്റെ നൂറിനെ കൊണ്ട്, നിന്റെ പരിശുദ്ധമായ മുഖത്തിന്റെ നൂറിനെ കൊണ്ട് ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു. വസലുഹ ബിഹി അംറു ദുനിയ വൽ ആഖിറ, ആ ഒരു പ്രകാശം കൊണ്ടാണല്ലോ ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങളെല്ലാം നന്നായിരിക്കുന്നത്. അൻ യഹില്ല അലയ്യ മിൻക സഖതുൻ ഔ യൻസില ബിഹി അലൈ മിൻക ഗളബുൻ, നിന്റെ ഒരു കോപമോ ദേഷ്യമോ എന്നിലേക്ക് ഇറങ്ങുന്നത് ഞാൻ എന്നോട് കാവലിന് ചോദിക്കുന്നു. പിന്നെ ഞാൻ ഇതിനായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അവിടുന്ന് അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കറിയാം ഒരു വലിയ സഹായം അള്ളാഹു നൽകിയതും, തായിഫുകാർ എതിർത്തപ്പോൾ വലിയൊരു വിഭാഗം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചതും, അതിനുശേഷം ഇസ്രാ മിഅ്റാജ് എന്ന സംഭവം ഉണ്ടായതും, വലിയ വലിയ മുഅ്ജിസത്തുകൾ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ആദരിച്ചതും, ഭൂമിയിലുള്ളവർ നബിയെ താങ്കളെ വിലമതിച്ചില്ലെങ്കിൽ ആകാശത്തേക്ക് താങ്കളെ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ആകാശം സിദ്റത്തുൽ മുൻതഹ വരെ അള്ളാഹു കൊണ്ടുപോയ സംഭവം നമുക്കറിയാം, ആ ഒരൊറ്റ ദുആ കൊണ്ട്. അപ്പൊ ദുആ എപ്പോഴും നാം പതിവാക്കുക. ഈ ദുആ കൊണ്ടാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീക്കിത്തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യറദ്ദുൽ ഖദാഅ ഇല്ല ദുആ, ഒരു വിധി നമുക്ക് അള്ളാഹു വിധിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ ദുആ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ, നന്മ കൊണ്ടല്ലാതെ ആയുസ് നീട്ടി കിട്ടുകയില്ല. കുടുംബം ചേർക്കല്, സ്വതക്ക ചെയ്യല്. അതുപോലെ തന്നെ വഇന്നൽ മർഅ ലയഹ്റമു മിനർ റിസ്ഖി ബിദംബി യുസീബുഹു, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന പാപം കാരണം നമ്മുടെ റിസ്ക് ചിലപ്പോൾ തടയപ്പെടും. നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് കാരണം ചിലപ്പോ നമ്മുടെ റിസ്കിന്റെ ഒരു ഭാഗം തടയപ്പെടും. എന്താ റിസ്ക് വിശാലില്ലാതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തെറ്റുകളിൽ തൗബ ചെയ്യാണ് വേണ്ടത്. അതുപോലെ തന്നെ വിശ്വാസം പറഞ്ഞു, അദ്ദുആഉ യൻഫഉ ഫീമാ നസല വഫീമാ ലം യൻസിൽ, ഇങ്ങോട്ട് ഇറങ്ങി കിട്ടിയ അനുഗ്രഹങ്ങളിലും ഇനി കിട്ടാനുള്ള അനുഗ്രഹങ്ങളിലുമെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായത് ദുആ തന്നെയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറഞ്ഞു, ഖുദ്സിയായ ഹദീസാണ്, അന ഇൻദ ദന്നി അബ്ദി ബി, ഞാൻ എന്റെ അടിമ എങ്ങനെയാണോ എന്നെ ചിന്തിക്കുന്നത് അതുപോലെ ആയിരിക്കും. അള്ളാഹിനെ കുറിച്ച് നല്ല ചിന്ത നമുക്ക് ഉണ്ടാകണം. അള്ളാഹു എന്നോട് പൊറുക്കും, അള്ളാഹു എന്നെ സ്വീകരിക്കും, അള്ളാഹു എന്നോട് കാരുണ്യം ചെയ്യും, അള്ളാഹു എനിക്ക് പ്രയാസങ്ങൾ നീക്കിത്തരും, അള്ളാഹു എന്നെ റിസ്ക് വിശാലാക്കി തരും, അള്ളാഹു എന്റെ ഉപ്പയേക്കാൾ എന്നോട് കാരുണ്യം കാണിക്കുന്നവരാണ്. ആ ഒരു ചിന്തയിൽ നാം അള്ളാഹുവിനോട് നല്ല ചിന്ത ഉണ്ടായിരിക്കണം. അപ്പോൾ അള്ളാഹു നമ്മോട് അങ്ങനെ തന്നെ ആയിരിക്കും. അള്ളാഹിനെ കുറിച്ച് ഒരാൾക്ക് എപ്പോഴും മോശപ്പെട്ട ചിന്തയാണെങ്കിലോ അത് അവന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ അവൻ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഅന മഅഹു ഇദാ ദഅാനി, എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെയുണ്ട്. അള്ളാഹു നമ്മോടൊപ്പമുണ്ട്, സഹായിയായിക്കൊണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിമർശിക്കുന്നുണ്ട്. പ്രയാസങ്ങൾ വന്നിട്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരെ, പരീക്ഷണങ്ങൾ വന്നിട്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരെ, വലിയ വലിയ മുസീബത്തുകൾ വന്നിട്ടും അള്ളാഹുവിലേക്ക് കൈയുയർത്താത്തവരെ അള്ളാഹു പല സ്ഥലങ്ങളിൽ വിമർശിക്കുന്നുണ്ട്. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഉ വലാകിൻ ഖസത് ഖുലൂബുഹും, എന്റെ പരീക്ഷണം വന്നിട്ടും എന്തേ അവർ എന്നിലേക്ക് ഗതിച്ചു മടങ്ങാത്തത്, എന്തേ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കാത്തത്? അല്ല, അവരുടെ മനസ്സുകൾ കടുത്തുപോയി എന്ന് അള്ളാഹു പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന നമുക്ക് വന്ന് ഭവിച്ച പരീക്ഷകളിൽ രക്ഷപ്പെടാനും നാം ഭയപ്പെടുന്ന ചില പരീക്ഷകൾ ഉണ്ടാവും, അല്ലെ? ഇപ്പൊ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടാകുന്ന ആർക്കാണ്? അറ്റാക്കിനെ ഭയപ്പെട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമോ എന്ന് ഭയപ്പെടുന്ന ആളുകൾക്കെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അപ്പൊ ആ ഭയം വലിയ പ്രശ്നമാണ്. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹു തവക്കുലാക്കുക. അതുകൊണ്ടാണ് രോഗത്തെ ഭയപ്പെടുക എന്നുള്ള ഒരു രോഗമാണ്. ദാരിദ്ര്യത്തെ നീ ഭയപ്പെടുന്നുവെങ്കിൽ നീ ദരിദ്രനാണ്. അതുപോലെ തന്നെ ശത്രുവിനെ നീ ഭയപ്പെടുന്നുവെങ്കിൽ നീ പരാജിതനാണ്. ആ ഭയം വലിയ പ്രശ്നമാണ്. ഭയപ്പെടുന്ന ആ വിഷയത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് കൈയും അള്ളാഹിനോട് ഉയർത്തി പ്രാർത്ഥിക്കുക, അള്ളാഹു തവക്കുലാക്കുക. ആ ഭയത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹു വയക്ഷിഫുസ് സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ്, ഏതൊരു പ്രയാസവേളയിലും ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ ആരാണ് ഉത്തരം ചെയ്യുന്നത്? ആരാണ് പ്രയാസം നീക്കി തരുന്നത്? ആരാണ് ഭൂമിയിൽ നിങ്ങൾക്ക് അനന്തരവന്മാരായ ഖിലാഫത്ത് നൽകുന്നത്? എല്ലാം അള്ളാഹുണ്. ആ ഇലാഹുമ്മ അള്ളാഹ്, അള്ളാഹിന് കൂടെ വേറെ ഇലാഹുണ്ടോ? ഒരിക്കലുമില്ല. അള്ളാഹുവിന് മാത്രമേ അതിന് സാധിക്കുള്ളൂ. ഖുൽ മൻ യുൻജീകും ഫി ദുലുമാതിൽ ബർരി വൽ ബഹരി തദ്ഊനഹു തദറുഅൻ വഖുഫിയ ലൈൻ അൻജാനാ മിൻ ഹാദിന ലനകൂനന്ന മിനശ് ശാകിരീൻ. നിങ്ങൾ കടലിലെയും കരയിലെയും അന്ധകാരങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആ രക്ഷ നൽകുന്നത് അള്ളാഹു ആകും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എപ്പോഴും നാം ദുആ ചെയ്യുക.
നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതിയാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ സ്വർഗമാണ്. ദുആകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദുആ അല്ലാഹുമ്മ ഇന്നസ്അലുക്കൽ ജന്ന വഅഊദുക മിനന്നാർ. അല്ലാഹുമ്മ ഇന്നസ്അലുക്കൽ ജന്ന വഅഊദുക മിനന്നാർ. കാരണം ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമാണ്. ഏറ്റവും കൂടുതൽ നാം ഭയപ്പെടുന്നത് നരകമാണ്. സ്വർഗം അള്ളാഹുവിന്റെ പ്രീതിയുടെ റഹ്മത്തിന്റെ അള്ളാഹുവിനെ കാണാൻ അവസരമുള്ള ലിഖാഇന്റെ ഭവനമാണെങ്കിൽ നരകം അള്ളാഹുവിന്റെ കോപത്തിന്റെ ശാപത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയുടെ ഭവനമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ അള്ളാഹു പറഞ്ഞാൽ മറ്റേ കുർസിയായിട്ട് പറഞ്ഞു, യാ ഇബാദി കുല്ലുകും ളാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹ്ദൂനി അഹ്ദികും. എന്റെ ദാസന്മാരെ, നിങ്ങളെല്ലാവരും വഴി അറിയാത്തവരാണ്. ആരും പറയണ്ട എനിക്ക് നല്ല അറിവുണ്ട്, എനിക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്, ഞാൻ നല്ല അറിവുള്ള ആളാണ്, ഒരാളും അവകാശപ്പെടണം. നിങ്ങളൊക്കെ വലാലത്തിലാണ്, നിങ്ങളൊക്കെ വഴികേടിലാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ഹിദായത്ത് നൽകിയവരൊഴികെ ഫസ്തഹ്ദൂനി അഹ്ദികും. എന്നോട് ഹിദായത്ത് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകും. എപ്പോഴും എന്തിനാ സിറാത്തുൽ മുസ്തഖീം നമ്മൾ പറയുന്നത് എന്തിനാ? 7 നിമിഷം നമ്മുടെ മനസ്സിൽ തെറ്റിപ്പോ നമുക്ക് പറയാൻ സാധിക്കൂല. എപ്പോഴും നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യുക. ഒരാൾക്കും എന്റെ യോഗ്യത കൊണ്ട് എനിക്കിത് കിട്ടിയെന്ന് ഒരാൾ ചിന്തിക്കണ്ട. ഏത് നിമിഷവും ഇത് എടുത്തു കളയപ്പെടും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെക്കാളൊക്കെ യോഗ്യതയുള്ള പല ആളുകളും തെറ്റിന്റെ വഴിയിലേക്ക് പോയിട്ടുണ്ട്. ഒരാളുടെയും യോഗ്യത കൊണ്ടല്ല, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഹിദായത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ കുല്ലുകും ജാഇഉൻ ഇല്ലാ മൻ അത്അംതുഹു ഫസ്തദ്ഇമൂനി ഉതഇം. നിങ്ങളൊക്കെ വിശക്കുന്നവരാണ്, ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ എന്നോട് നിങ്ങൾ ഭക്ഷണം ചോദിച്ചാൽ, ഉപജീവനം ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നൽകും. യാ ഇബാദി കുല്ലുകും ആരിൻ ഇല്ലാ മൻ കസൗതുഹു ഫസ്തക്സൂനി അക്സുകും. നിങ്ങളെല്ലാവരും നഗ്നരാണ്, വിവസ്ത്രരാണ്. 2 നിലക്കുള്ള നഗ്നത. ഒന്നെന്താണ്? ഒന്ന് അള്ളാഹു വസ്ത്രം നൽകിയാലേ വസ്ത്രം കൊടുക്കാൻ സാധിക്കുള്ളൂ. ലോകത്ത് പല സ്ഥലങ്ങളിലും നമുക്കറിയാം കൊടും ശൈത്യത്തിൽ ഒന്ന് പുതക്കാനുള്ള പുതപ്പോ നല്ല ഒരു വസ്ത്രമില്ലാത്തത്ര ആളുകളുണ്ട്. നമ്മൾക്ക് എത്ര വലിയ അനുഗ്രഹത്തിലാണ്. രണ്ടാമത്തെ തഖ്വയുടെ വസ്ത്രം, അതില്ലെങ്കിൽ അപമാനിതനാകും. ഈ 2 വസ്ത്രവും അള്ളാഹു നൽകണം. വലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വന്റെ വസ്ത്രമാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ എത്ര നല്ല അണിഞ്ഞൊരുങ്ങിയിട്ടും കാര്യമില്ല, അപമാനിതനാകും. അപ്പൊ ആ 2 വസ്ത്രവും എനിക്ക് നൽകണമെന്ന് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. സിത്ർ നൽകണേ, എനിക്ക് അള്ളാഹുവിന്റെ സിത്റിലായി ജീവിക്കണമെന്ന് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. ഈ പ്രാർത്ഥനയിലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇതെല്ലാം ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ ദാസന്മാരായ ആ അടിയാറുകൾ അള്ളാഹുവിന്റെ എല്ലാം ചോദിക്കും. എത്രത്തോളം? ചെരുപ്പിന്റെ വാറ് അറ്റുപോയാൽ. അങ്ങനെയാണ് വിശ്വാസം പറയുന്നത്. നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് നിങ്ങൾക്ക് അറ്റുപോയാൽ പോലും, നിങ്ങളുടെ ഭക്ഷണത്തിലെ ഉപ്പ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അള്ളാഹുവിനോട് ചോദിക്കുക. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എത്ര നിസാരമായ കാര്യവും അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യാം, എന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ജീവിതത്തിൽ അതിനുള്ള സഹായം അള്ളാഹു നൽകും. എന്നിട്ട് ഖതീബ് അവർ ഒന്ന് പറഞ്ഞൂല്ലേ, ചില പ്രാർത്ഥനകളൊക്കെ ചരിത്രത്തെ മാറ്റി എഴുതിയിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഗതി മാറ്റിവിട്ട പ്രാർത്ഥനകളുണ്ട്. ഒന്നേതാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ, റബ്ബനാ വബഅഥ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ മക്കയിൽ അയക്കണമെന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ റസൂലുള്ളാഹി പറഞ്ഞു, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ ഉപ്പ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണ്. വബിശാറത്തു അഖി ഈസ, എന്റെ സഹോദരൻ ഈസയുടെ സന്തോഷ വാർത്തയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അന്ധകാര നിബിഡമായ ആ ജാഹിലിയത്ത് ഇന്നും അവിടെ ആകെ വലിയ വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കും. ആ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറി. വലിയ സംസ്കാരം അവിടെ ഉണ്ടായി. ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത വലിയ വിപ്ലവങ്ങൾ ഉണ്ടായി, വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ലോകത്തെ നയിക്കുന്ന നേതാക്കന്മാർ ഈ ആട്ടിടയന്മാരായ അറബികളുടെ കൂട്ടത്തിൽ നിന്ന് സ്പെയിനിലേക്കും യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ചൈനയിലേക്കും ഇന്ത്യയിലേക്കും യാത്ര ചെയ്തത് ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആക്ക് ശേഷം വന്ന നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിസാലത്തിലൂടെയായിരുന്നു. പ്രാർത്ഥന കൊണ്ട് ചരിത്രം മാറിയ സംഭവങ്ങളുണ്ട്. നൂഹ് അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അതിക്രമകാരികളും ധിക്കാരികളുമായ ഒരു തൗഹീദിലേക്ക് ക്ഷണം കേൾക്കുമ്പോൾ വിരൽ ചെവിയിൽ തിരികൊണ്ട് അഹങ്കാരികളായി നടന്നിരുന്ന ഒരു സമൂഹം 950 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചു. വലിയ ജലപ്രളയമുണ്ടായി, വിശ്വാസികൾ അല്ലാഹു രക്ഷിച്ചു, അല്ലെ? അതുപോലെ തന്നെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ദുആ. അത് നമ്മളൊക്കെ ചിലപ്പോൾ വായിച്ച ഹദീസായിരിക്കും. ഖിയാമത്ത് മുമ്പ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. അങ്ങനെ ദജ്ജാലിനെ വധിക്കും. പക്ഷേ യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടുമ്പോൾ അവരോട് യുദ്ധം ചെയ്യാൻ അള്ളാഹു ഒരാൾക്കും കഴിവ് കൊടുത്തിട്ടില്ല. ഈസാ അലൈഹി സ്വലാം അള്ളാഹു വഹി കൊടുക്കും. ഇന്നി അഖ്റജ്തു ഇബാദൻ ലി, എന്റെ ചില അടിമകളെ ഞാൻ പുറത്തു വിടുന്നുണ്ട്.
ഒരാൾക്കും അവരോട് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്റെ അടിമകളെയും കൂട്ടി തൂർ പർവ്വതത്തിലേക്ക് രക്ഷപ്പെടുക. അങ്ങനെ അവര് തൂർ പർവ്വതത്തിൽ പോയി അള്ളാഹുവിനോട് ദുആ ചെയ്യും. തബരിയ തടാകം യജൂജ് മജൂജ് കുടിച്ചു തീർക്കും. അതിലൂടെ സഞ്ചരിക്കുന്നവർ പറയും ഇവിടെ തടാകം ഉണ്ടായിരുന്നു, ഇതിന് വെള്ളം ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയും. വലിയ തടാകങ്ങളൊക്കെ അവർ കുടിച്ചു തീർക്കും. ഒരു വലിയ അതിക്രമങ്ങളും മറ്റ് ഫിത്നകളും അവിടെ ഉണ്ടാകും. വിശ്വാസികൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും, വേറൊന്നും ചെയ്യാനില്ല. അവസാനം ഒരു പ്രത്യേകതരം പുഴു അവരുടെ തലയിൽ വന്നിട്ട് അവര് മൗത്ത് നഫ്സിൻ വാഹിദ, ഒരു ആള് മരണപ്പെടുന്ന പോലെ യജൂജ് മജൂജ് മൊത്തം മരണപ്പെടും. അങ്ങനെ അവര് തൂർ പർവ്വതത്തിന്റെ താഴെ വരും. ഈസാ അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ അന്നുള്ള വിശ്വാസികളും. അങ്ങനെ ഭൂമിയിൽ കാല് കുത്താൻ സാധിക്കാത്ത രീതിയിൽ ആകെ പ്രത്യേകതരം ശവശരീരം, ഇവരെ ശവശരീരം കൊണ്ട് നിറയും. അപ്പൊ അള്ളാഹുവിനോട് അവർ ദുആ ചെയ്യും, അള്ളാഹുവെ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കാതായിട്ടുണ്ട്. അപ്പോൾ ഒട്ടകത്തിന്റെ കഴുത്തുകൾ പോലത്തെ കഴുത്തുള്ള വലിയ തരം പക്ഷികൾ അള്ളാഹു അയക്കുമെന്നും അവയെല്ലാം നിമിഷ നേരം കൊണ്ട് അവർ ആഞ്ചിയെടുത്ത് അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുമെന്നും കാണാൻ സാധിക്കും. അതും ചരിത്രത്തെ മാറ്റി എഴുതുന്ന മറ്റൊരു പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ബദറിൽ നാം താമസിക്കുന്ന ഇപ്പോഴുള്ള മദീനയിലെ ചരിത്ര സംഭവങ്ങളെ തിരുത്തി എഴുതിയ യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിഞ്ഞ ബദറിന്റെ ആ പ്രാർത്ഥന, ഇസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുൻസിരീൻ. അള്ളാഹുവിനോട് നിങ്ങൾ സഹായം തേടിയ ആ നിമിഷമുണ്ടല്ലോ, അള്ളാഹു ഉത്തരം ചെയ്തു, മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായിച്ചു. മുമ്പുള്ള ഒരു റസൂലിന്റെ കൂടെ മലക്കുകള് യുദ്ധം ചെയ്തിട്ടില്ല. നമ്മുടെ റസൂലായ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മാത്രമാണ് മലക്കുകൾ യുദ്ധം ചെയ്തത്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കൈ ഉയർത്തി പ്രാർത്ഥിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിലുള്ള മുണ്ട് വീണ് പോയി എന്നും കഫാക മുനാജാതക റബ്ബിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ മതി, അല്ലാഹു നമ്മെ സഹായിക്കും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു സമാധാനിപ്പിക്കുന്ന വിശ്വാസം പറഞ്ഞു. അബ്ശിർ യാ അബൂബക്കർ അബ്ശിർ ഫഹാദാ ജിബ്രീൽ, ഇതാ ജിബ്രീൽ വന്നിരിക്കുന്നു, ആയുധം ധരിച്ചുകൊണ്ട് മലക്കുകൾ യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു, നീ സന്തോഷിക്ക ജിബ്രീൽ. ആ ചരിത്രം മാറ്റി എഴുതിയ ആ ഒരു പ്രാർത്ഥന നമുക്കറിയാം. എത്രയോ പ്രാർത്ഥനകൾ ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ ചരിത്രം മാറ്റി എഴുതാൻ അള്ളാഹുവിലേക്ക് ഉയരേണ്ടിയിരിക്കുന്നു. നാം സദാസമയം പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിനെ തടയുന്ന കാര്യങ്ങൾ നാം വിട്ടു നിൽക്കുക. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് അദബുകളുണ്ട്. നമ്മുടെ ഭക്ഷണം ഹലാലായിരിക്കണം, നമ്മുടെ വസ്ത്രം ഹലാലായിരിക്കണം. നമ്മുടെ ഭക്ഷണത്തിൽ ഹറാമ് കലർന്നാൽ, സമ്പത്തിൽ ഹറാമ് കലർന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. നമ്മൾ പലരും പറയും എത്ര പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടുന്നില്ല. ചിന്തിക്കേണ്ടത് നമ്മുടെ സാമ്പത്തികമായ സോഴ്സ് അത് ശുദ്ധമാണോ? സാമ്പത്തികമായ സോഴ്സിൽ റിബയുണ്ടോ, പലിശയുണ്ടോ, ഹറാമുണ്ടോ, അന്യന്റേത് കലർന്നിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ പരിശോധിക്കണം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ഭക്ഷണം ഹലാലാണെങ്കിൽ, നല്ലതാണെങ്കിൽ അള്ളാഹുവിന്റെ ഉത്തരം നിനക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ സുന്നത്ത് മുറുകെ പിടിക്കുക, തമസ്സുക് ബിസ്സുന്ന, ഖുർആനിൽ സുന്നത്ത് മുറുകെ പിടിക്കുക. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്, ഓരോന്നും എടുത്തു പറയാൻ നമുക്ക് സമയമില്ല. അള്ളാഹുവിനും റസൂലിനും ഉത്തരം ചെയ്ത് ആ ദീനിൽ മുറുകെ പിടിച്ചവർക്ക് അള്ളാഹു സഹായമറക്കുമെന്ന്. അതുപോലെ തന്നെ ആക്രമിക്കപ്പെട്ടവന്റെ ദുആ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കാഫിറാണെങ്കിലും മുശ്രിക്കാണെങ്കിലും മുബ്തദിയാണെങ്കിലും അള്ളാഹു ഇത് സ്വീകരിക്കും. ദുൽമ് ഒരാളോട് നമ്മൾ ചെയ്താൽ, അവൻ എത്ര മോശപ്പെട്ടവനാണെങ്കിലും അവൻ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് പറ്റും. ആ അക്രമിക്കൽ സംഭവിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ എത്ര നല്ല ആളായിട്ടും കാര്യമില്ല, അവൻ ഇത്ര മോശമായിട്ടും കാര്യമില്ല. അവനോട് അക്രമമാണ് ചെയ്തെങ്കിൽ ആ മദ്ലൂമിന്റെ ദുആക്കും അള്ളാഹുവിന്റെ ഇടയിൽ മറയില്ല. അതുപോലെ തന്നെ മറ്റൊന്ന്, എപ്പോഴും മനസ്സാന്നിധ്യത്തോട് ദുആ ചെയ്യുക. ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഒരു ആദത്തായിട്ട് പ്രാർത്ഥിച്ചിങ്ങനെ എഴുന്നേറ്റ് പോരാതെ അള്ളാഹുവിനോട് എപ്പോഴും മനസ്സാന്നിധ്യത്തോട് ദുആ ചെയ്യുക. അള്ളാഹുവിന് ഇഷ്ടം അൽ മുൽഹീന ഫി ദുആ, അള്ളാഹുവിനോട് ഇങ്ങനെ കയന്ന് ചോദിക്കുന്ന, താണുകൾ ചോദിക്കുന്ന, ചോദിച്ചു വാങ്ങുന്ന ആളുകളെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചെല്ലുക. ഒരിക്കലും ഒരു സഹാബി വന്ന് നമസ്കരിച്ച് ഉടനെ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജിൽത യാ മുസല്ലി, നമസ്കരിച്ചവനെ നീ തിരക്ക് കൂട്ടി. നീ ചെയ്യേണ്ടിയിരുന്നത് നമസ്കരിച്ച ശേഷം ഇരുന്ന് ഫഹ്മദില്ലാ വസ്നി അലൈഹി ബിമാ ഹുവ അഹ്ലു, അള്ളാഹുവിനെ സ്തുതിച്ച് പുകഴ്ത്തണം ആദ്യം. സുമ്മ സ്വല്ലി അലയ്യ, പിന്നെ എന്റെ പേര് സ്വലാത്ത് ചെല്ലണം, എന്നിട്ട് നീ ദുആ ചെയ്യണം. നമ്മളൊരു ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹുവിലേക്ക് ഉയർത്താതെ തടയപ്പെടും. ഏതുവരെ? ഹത്താ യുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വലാത്ത് ചെല്ലുന്നവരെ. അപ്പോ ഹംദ് കൊണ്ട് തുടങ്ങി പ്രാർത്ഥിച്ച് സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്ന ദുആ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്, ഉത്തരം ചെയ്യപ്പെടുന്ന പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ അദമുൽ ഇസ്തിജാൽ, തിരക്ക് കൂട്ടാതിരിക്കുക. നിങ്ങൾ ഒരാളും പറയരുത് ദഅവ്തു ഫലം യുജബ്ലി, എത്ര ഞാൻ പ്രാർത്ഥിക്കുന്ന ഉത്തരം കിട്ടാതെന്ന് ചോദിക്കരുത്. കാരണം അള്ളാഹു നിങ്ങൾക്ക് ഒരു ഭൂമിയിൽ ഒരു മുസ്ലിം ദുആ ചെയ്താൽ അള്ളാഹുവിന് ഉത്തരം ചെയ്യാത്തൊരു അവസ്ഥയില്ല.
ഉത്തരം ഉറപ്പാണ്. പക്ഷെ 3 രീതിയിലായിരിക്കും. 2 ഹദീസ് പറഞ്ഞു, ചുരുക്കത്തിൽ പറയാം. ഒന്നുകിൽ ചോദിച്ചത് അല്ലാഹു അങ്ങനെ തന്നെ നൽകും, അല്ലെങ്കിൽ ആ പ്രാർത്ഥന മുകളിലേക്ക് ഉയരുമ്പോൾ മറ്റൊരു വലിയ മുസീബത്ത് നമുക്ക് വിധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ആ മുസീബത്തിനെ തടയും. അങ്ങനെ വലിയൊരു അപകടത്തിന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും. മൂന്നാമത്തെ അത് രണ്ടും അല്ലെങ്കിൽ വലിയ ഒരു ഹസനത്തായിക്കൊണ്ട് നാളെ പരലോകത്തത് കാണും. അങ്ങനെ ഉത്തരം കിട്ടാത്തവരൊക്കെ പറയുമത്രേ, ഉത്തരം കിട്ടിയവർ പറയുമത്രേ, ഇവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥന ഉത്തരം കിട്ടിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു ദുനിയാവിൽ. കാരണം അത് ദുനിയാവിൽ കഴിഞ്ഞു പോയി ചോദിച്ചത്. അപ്പോ ഒരിക്കലും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ഉമർ എന്ന് പറഞ്ഞു, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ വലാകിന്നി അഹ്മിലു ഹമ്മദ് ദുആ. ഞാൻ ചിന്തിക്കുന്നത് എന്താ ഉത്തരം കിട്ടാത്തതല്ല, കാരണം ഉത്തരം അല്ലാഹു വാഗ്ദാനം ചെയ്താണ്. ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടാത്തത് എന്താണെന്നാണ്. പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ്, അതൊരു തൗഫീഖാണ്. എല്ലാവരും കിട്ടൂല അല്ലെ? ഇവിടെയൊക്കെ പ്രായമുള്ള ചില സൗദികളൊക്കെ കാണാം, അങ്ങനെ അവരെ നാവിൽ നിന്ന് പ്രാർത്ഥനകൾ ഇങ്ങനെ വരുന്നത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വളരെ വലിയ ദുനിയാവിന്റെ ആഖിറത്തിന്റെ ഹൈർ ഇങ്ങനെ വരുന്ന ആദ്യ പ്രാർത്ഥനകൾ. പക്ഷെ അതൊക്കെ നമ്മളും പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മളെ പ്രാർത്ഥിക്കൂല. നമ്മുടെ നാട്ടിലുള്ള പ്രായം ചെന്ന ആളുകൾ ഉണ്ടാവും അല്ലെ? അവർ വായിൽ നിന്ന് വരുന്ന ദുആകൾ എന്തൊക്കെയാണ് നമ്മളത് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാതില്ല. അപ്പൊ അതൊരു തൗഫീഖാണ്. അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രാർത്ഥിച്ചാൽ ഉത്തരം ഉറപ്പാണ്. പ്രാർത്ഥിക്കാൻ നാം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉത്തരം ലഭിക്കുന്ന സമയം അത് നാം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ നല്ല സമയം എന്താണ്? ഏറ്റവും നല്ല സമയം ജൗഫിൽ, രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഉത്തരം ചെയ്യും. അതുപോലെ തന്നെ വിശ്വാസം പറഞ്ഞു, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ ഫയഖൂലു യാ സമാഇ ദുനിയ ഫയഖൂലു ഹൽ മിൻ ദാഇൻ ഫഅസ്തജീബു ലഹു ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ലഹു ഹൽ മിൻ സായിലിൻ ഫഉതിയ. എല്ലാ രാത്രി നടക്കുന്ന ഒരു സംഭവമാണിത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങും. അവന്റെ അളമത്തിനും ജലാലിയത്തിനും മഹത്വത്തിനും യോജിച്ച രീതിയിൽ. എങ്ങനെയെന്നുള്ള ചോദ്യമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചു. ചോദിക്കാനുള്ള അവകാശം നമുക്കില്ല. കാരണം നമ്മുടെ ഈ ബുദ്ധി വെച്ചിട്ട് ഈ പ്രപഞ്ചത്തിന്റെ 3% തന്നെ പഠിച്ചു തീർന്നിട്ടില്ല. പിന്നെ എങ്ങനെ അള്ളാഹിനെ പറ്റി നമ്മൾ ചോദിക്കല്? പറഞ്ഞു തന്നത് അങ്ങനെ വിശ്വസിക്കാം. അള്ളാഹു ഇറങ്ങും. ഇതിന് അള്ളാഹു പറയുമത്രേ, എന്നോട് ചോദിക്കുന്നവന് ഞാൻ നൽകാം, എന്നോട് പാപമോചനം തേടുന്നവന് ഞാൻ പുറത്തു കൊടുക്കാം, എന്നോട് പ്രാർത്ഥിക്കുന്നവന് ഞാൻ ഉത്തരം നൽകാം. ഫജ്ർ വരെ ആ സമയമുണ്ട്. ഫജ്റിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റാൽ മതി. നമ്മൾ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. നാം അത് നഷ്ടപ്പെടുത്തരുത്. അതുപോലെ തന്നെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം അത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം അല്ലെ, ശത്രുക്കളുമായിട്ട് മുട്ടാൻ നിൽക്കുന്ന സമയത്ത് മുസ്ലിം സൈനികരുടെ ദുആ അള്ളാഹു ഉത്തരം ചെയ്യും. അതുപോലെ തന്നെ പരീക്ഷീണിതനായ ആളുടെ ദുആ, രോഗിയുടെ ദുആ, പരീക്ഷ അനുഭവിക്കുന്നതിന്റെ ദുആ, ഇതിനൊക്കെ ഉത്തരമുണ്ട്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ ഉത്തരം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ചുരുക്കത്തിൽ പറയാം, വലിയ ഒരു താക്കീത് ഇന്ന് മസ്ജിദ് നബവിയുടെ മിമ്പറിൽ നിന്ന് അലി ഹുദൈഫ റളിയല്ലാഹു നൽകി. അതെന്താണ്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കുള്ള താക്കീത്, ഖബറുകളുടെ അടുക്കൽ പോയി സഹായം തേടുന്നവർക്കുള്ള താക്കീത്, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നവർക്കുള്ള താക്കീത്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകും. അമ്പിയാക്കളോ ഔലിയാക്കളോ സാലിഹ്യങ്ങളോ മലായിക്കത്തുകളോ ജിന്നുകളോ അവരാരും അള്ളാഹുവിന്റെ ഇബാദത്തിൽ പങ്കുകാരാക്കാൻ പറ്റിയവരല്ല. അവരൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരൊക്കെ നമുക്ക് എതിരായി മാറും. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ വന്നത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ്. എന്നാൽ ആ പ്രാർത്ഥന അവരിലേക്ക് തിരിഞ്ഞാലോ ആ അമ്പിയാക്കൾ നമുക്ക് എതിരായി മാറും. നബിയെ പറയുക, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, ഒരാളെ ഞാൻ അവരിൽ പങ്കു ചേർക്കില്ല. പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, അള്ളാഹുവിനെ പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദൻ ദഖലന്നാർ. വലിയ അപകടമാണ്, വലിയ ഗൗരവമുള്ള വിഷയമാണ്. ആരെങ്കിലും അള്ളാഹുവിന് പുറമെ ഒരാളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു. ഇതൊന്നും ഒരാളെയും ജയിക്കാനോ തോൽപ്പിക്കാനോ ഉള്ളതല്ല. നമ്മുടെ ഭാവി, നമ്മുടെ ശാശ്വതമായ ഭാവിയായ പരലോകം നഷ്ടപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹുവിനോടുള്ള ദുആ അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ദുആ അതൊരാൾക്കും നാം നൽകാൻ പാടില്ല. അമ്പിയാക്കളും സാലിഹ്യങ്ങളും പഠിപ്പിച്ചത് അവരുടെ മാർഗത്തിൽ ജീവിക്കാനും അവരനുസരിക്കാനുമാണ്. പക്ഷെ അവരോട് ഖബറിൽ പോയി സഹായം ചോദിച്ചാൽ അത് മലക്കുൻ മുഖറബൻ വലാ നബിയ്യുൻ മുർസൽ. മലക്കുകളുടെ കൂടുതൽ 1-ാം സ്ഥാനത്തുള്ള ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അമ്പിയാക്കളിൽ മൊത്തം സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം സയ്യിദുൽ മുർസലീനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവരെ പോലും വിളിച്ചു പ്രാർത്ഥിക്കാനോ അവരോട് സഹായം തേടാൻ നമുക്ക് അവകാശമില്ല. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യംലികൂന മിൻ ഖിത്മീർ. ഒരു കാരക്കക്കുരുവിന്റെ മുകളിലുള്ള പാട പോലും അവരാരും ഉടമപ്പെടുത്തുന്നില്ല. അവർ നമുക്കെതിരായി സാക്ഷി പറയുന്ന
ഒരു രംഗം ഒരുപക്ഷെ വരും. അതിന് നാം ഒരിക്കലും വഴിവരുത്തരുത്. ഇതിന്റെ വലിയൊരു കാരണമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ചുരുക്കുകയാണ്, സക്കൂം എന്ന വൃക്ഷത്തെക്കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട് അല്ലെ? എന്താണത്? നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളരുന്ന ഒരുതരം പ്രത്യേക വൃക്ഷമാണത്. അത് നിഷേധികൾക്ക് ഒരു ഫിത്നയാണെന്ന് അള്ളാഹു പറയുന്നത്. കാരണം അവർ ചോദിക്കും, തീയിലും വൃക്ഷം വളരോ? അത് അവർക്ക് ഒരു പരീക്ഷണമാണ്, ഫിത്നയാണ്. ആ അള്ളാഹുവിന്റെ കുതിരത്താകുന്ന, അവന്റെ എന്തിനും കഴിവുള്ള അള്ളാഹു ആ നരകത്തിൽ അത്തരമൊരു വൃക്ഷമുണ്ടാക്കുമെന്നും അതിലെ വളരെ ദുർഗന്ധം വമിക്കുന്ന പഴങ്ങൾ നിഷേധികൾ കഴിക്കേണ്ടി വരുമെന്നും ശിർക്ക് ചെയ്തവർ അത് കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവസാനം അള്ളാഹു പറഞ്ഞു, ആ ആയത്ത് മുഴുവൻ ഹുദൈഫ ഓതി. എന്നിട്ട് അവസാനം പറഞ്ഞു, ഇന്നഹും അൽഫൗ ആബാഹും ബാലീൻ. ഇതാണ് വലിയ പ്രശ്നം. വഴികേടിൽ പൂർവ്വപിതാക്കളെ അന്ധമായി അവർ അനുഗമിച്ചു. വഴികേടിൽ പൂർവ്വപിതാക്കളെ അന്ധമായി അവർ അനുഗമിച്ചു. അത്തഖലീദുൽ അഅമ, അന്ധമായ അനുകരണം, അതൊരാൾക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ ദുനിയാവ് മാത്രം നഷ്ടപ്പെടുത്തി കളയും. പ്രമാണത്തിന് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ജീവിതത്തിൽ അനുജന്മാരെ പഠിപ്പിച്ചതാണ്, അള്ളാഹുവിനുള്ള പ്രാർത്ഥനയിലോ ഇബാദത്തിലോ സഹായം തേട്ടത്തിലോ സത്യം ചെയ്യലിലോ ഏറ്റവും വലിയ പരമമായ സ്നേഹത്തിലോ വിനയത്തിലോ താഴ്മയിലോ ഒന്നും ഒരാളെ പങ്കു ചേർക്കാതെ ശിർക്കില്ലാതെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. സദാസമയം അള്ളാഹുവിലേക്ക് നാം മനസ്സുകൊണ്ട് കൂനു ഇലല്ലാഹി റാഗിബീൻ, എപ്പോഴും അള്ളാഹിനോട് പ്രതീക്ഷ വേണം. അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും, അള്ളാഹുവിനെ സഹായിക്കും, അള്ളാഹുവിനോട് കാരണം ചെയ്യും, അള്ളാഹുവിന്റെ അസുഖം ശിഫയാക്കും, അള്ളാഹുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കും. ആ ഒരു പ്രതീക്ഷ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് വേണം, എപ്പോഴും വേണം. കാരണം അള്ളാഹുവിന്റെ ഖജനാവുകൾ അത് നിറഞ്ഞു കിടക്കാണ്. അവസാനം പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഖുദ്സി ഹദീസിന്റെ ഒരു വാക്യഭാഗമാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ. എന്റെ അടിമകളെ, നിങ്ങൾ ആദ്യമുള്ളവരും അവസാനമുള്ളവരും ഇൻസും ജിന്നും ഒക്കെ ഒരു വിശാലമായ മൈതാനിൽ നിന്നു സുമ്മ സഅലൂനി, എന്നിട്ട് ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള ഒക്കെ അല്ലാഹുവോട് ചോദിച്ചു. ഫഅതൈതു കുല്ല വാഹിദിൻ മസ്അലതഹു, അങ്ങനെ എല്ലാവർക്കും ഞാൻ ചോദിച്ചൊക്കെ കൊടുത്തു. എന്നാലും മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. അതുകൊണ്ടൊന്നും എന്റെ ഖജനാവുകളിലൊന്നും കുറഞ്ഞു പോവുകയില്ല. ഏതുപോലെ അല്ലാതെ ഒരു സൂചന നിങ്ങൾ കടലിൽ മുക്കിയെടുത്താൽ കടലിലെ വെള്ളം കുറഞ്ഞെന്ന് ആരെങ്കിലും പറയോ? അതുപോലെ അല്ലാതെ അള്ളാഹു ലഹു ഖസാഇനു സമാവാതി, അള്ളാഹിനോട് നാം പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുക. നാം ആ റബ്ബിനെയാണ് ആരാധിക്കുന്നത്, ആകാശഭൂമികളുടെ മുൽക്കുള്ള അള്ളാഹുവിനാണ് ആരാധിക്കുന്നത്. ഒരിക്കലും നമ്മൾ നിരാശരാകേണ്ടതില്ല, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ അവസാനമായി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകൾ നാം കാണാതെ പഠിക്കുക. ഖുർആനിലും സുന്നത്തിലും വന്ന വാരിദായിട്ടുള്ള ദുആ, അതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ചുരുങ്ങിയ വാക്കുകളായിരിക്കും, പക്ഷെ നമ്മുടെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ ഒക്കെ ഖൈർ അതിലുണ്ടാവും അല്ലെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അതുപോലെ തന്നെ اللهم اصلح لي ديني الذي هو عصمة امري واصلح لي دنياي التي فيها معاشي واصلح لي آخرتي التي اليها معادي واجعل الحياة زيادة لي في كل خير واجعل الموت راحة لي من كل شر. അങ്ങനത്തെ ഒരുപാട് ദുആകളുണ്ട്. അതിന്റെയൊക്കെ പ്രത്യേകത ദുനിയാവിന്റെ ആഖിറത്തിന്റെ ഒക്കെ ഖൈർ അതിൽ പെട്ടു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തുകൊണ്ടൊക്കെ റസൂൽ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക അല്ലെ. അങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ യസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വറസൂലുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്തഈദു ബിക മിൻ ശർരി മാ സഅലക മിൻ അബ്ദുക വറസൂലുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ നല്ല ദുആണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ഖൈർ അള്ളാഹുവിനോട് ചോദിച്ചോ അതൊക്കെ ഞാൻ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ തിന്മകളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചോ അതിനൊക്കെ ഞാനും കാവൽ ചോദിക്കുന്നു. അതൊരു ഷോർട്ട് കട്ടാണ് അല്ലെ. നല്ല ഒരു വളരെ വിശാലമായ അർത്ഥമുള്ള ചുരുങ്ങിയ പ്രാർത്ഥന. അപ്പൊ അങ്ങനത്തെ പ്രാർത്ഥനകൾ നാം കാണാതെ പഠിച്ചുകൊണ്ട് അള്ളാഹു ദുആ ചെയ്യുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു നീക്കി അവർക്ക് ഇസ്സത്തും ഫതുഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാ മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, സഹോദരികൾ, വൃദ്ധന്മാർ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, അവരെല്ലാവരും നമ്മുടെ ഒരൊറ്റ ശരീരം പോലെ നാം സ്നേഹിക്കേണ്ടവരാണ്. അള്ളാഹുവെ അവരെ സഹായിക്കുമാറാകണേ. ഈ മദീനയുടെ അനുഗ്രഹീതമായ മണ്ണിൽ നിന്നും ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കുമാറാകണേ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എല്ലാ പരീക്ഷകളിൽ നിന്നും നീ മോചനം നൽകുമാറാകണേ. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തും നസ്റും നൽകി അനുഗ്രഹിക്കുമാറാകണേ. എല്ലാതരം ശിർക്കിന്റെ ഇനങ്ങളിൽ നിന്നും മുഖങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഖാലിസായ തൗഹീദോടുകൂടി എന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗഫീഖ് നൽകണമേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലായിക്കൊണ്ട് ജീവിച്ച് ആ സുന്നത്തിലായിക്കൊണ്ട് മരണപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകൈയിൽ നിന്നും ആ ഹൗദുൽ കൗസർ വാങ്ങി കുടിച്ച് സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ.
وآخر دعوانا الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله. Thank you.